ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്തൃവീട്ടിലേക്ക് പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറിയാണ്. എന്നാൽ ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവളുടെ സ്വപ്നങ്ങൾ തകർന്നു വീണാലോ? ഒരു പെണ്ണിന്റെ കണ്ണീരും നിലവിളിയും പുറലോകം അറിയുന്നത് എല്ലാം അവസാനിച്ചതിന് ശേഷമായിരിക്കും. കേരളത്തിൽ ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല അവളുടെ സങ്കട കണ്ണീർ. ഭർത്തൃവീടുകളിൽ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിടുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്. ഭർത്താവിന്റെ സംശയവും ലഹരി ഉപയോഗവും സ്ത്രീധന പീഡനവും ഒക്കെയാണ് പലരുടെയും ജീവിതം തകർക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കണ്ണൂർ പൊയ്ത്തുംകടവിലെ ഫാത്തിമത്തുൽ റിസ എന്ന 20-കാരി. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയുന്നതിന് മുൻപേ അവളുടെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിക്കുന്നു. വിവാഹശേഷം അനുഭവിച്ച കഠിനമായ മാനസിക വേദനകളെക്കുറിച്ച് കൂട്ടുകാരിക്ക് അയച്ച സന്ദേശത്തിൽ അവൾ പറയുന്നുണ്ട്. എന്തായിരിക്കും റിസിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളെ കൊലയ്ക്ക് കൊടുത്തതിന് ഭർത്താവ് മാത്രമാണോ ഉത്തരവാദി? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഓന് വേറെ പെണ്ണും കള്ളും കഞ്ചാവും MDMA ഒക്കെയുണ്ട്. ഞാൻ മരിക്കുന്നതിന്റെ കാരണം അവനാണ്. അതെല്ലാവരും അറിയണം. എന്നെ ഇല്ലാതാക്കിയിട്ട് അവൻ സുഖിച്ച് ജീവിക്കേണ്ട. മരിക്കാൻ പേടിയാണ്, എന്നാലും എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല. കണ്ണൂർ പൊയ്ത്തുംകടവിലെ 20-കാരി ഫാത്തിമത്തുൽ റിസ ജീവനൊടുക്കുന്നതിന് മുൻപ് കൂട്ടുകാരിക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നതാണിത്. നെഞ്ചുനേറി അവൾ പറയുന്നതിനുണ്ട് വിവാഹശേഷം അനുഭവിച്ച ദുരന്തങ്ങളുടെ ആഴം. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപ് യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ ലഹരി ഉപയോഗവും പീഡനവും കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. റിസ മരിച്ച അന്നു തന്നെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നിരുന്നു. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആസിഫിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. റിസയുടെ ആത്മഹത്യയിൽ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപ് യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ പീഡനവും ലഹരി ഉപയോഗവും കാരണമെന്നാണ് പരാതി. റിസയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പും കൂട്ടുകാരിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും തെളിവായി വീട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. താൻ നേരിട്ട മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് റിസ ഈ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. മരിക്കുന്നതിന്റെ കാരണം ആസിഫാണെന്നും അത് എല്ലാവരും അറിയണമെന്നും ഓഡിയോ സന്ദേശങ്ങളിൽ പറയുന്നു. ഓനെല്ലാ ചട്ടത്തരവും കളിക്കലുണ്ട്. ഓനക്ക് വേറെ പെണ്ണുമുണ്ട്. ഓനുള്ള കഞ്ചാവും കള്ളും എല്ലാം അടിക്കലും ഉണ്ട്. ആരെൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാനില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. നിനക്കറിയില്ലാണ് എല്ലാം. ഞാൻ എന്നോടെല്ലാം പറയലില്ല. ജനുവരി 8-നായിരുന്നു റിസയുടെയും ആസിഫിന്റെയും വിവാഹം. തുടക്കം മുതൽക്കേ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുണ്ടേരി മൊട്ടയിലാണ് ആസിഫിന്റെ വീട്. ജൂൺ 28 രാത്രിയാണ് പൊയ്ത്തുംകടവിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ റിസയെ തൂങ്ങിമരിച്ച നിലയിൽ കാണുന്നത്. കുളിക്കാൻ പോയ റിസ ഏറെ നേരമായിട്ടും താഴെ നിലയിലേക്ക് വന്നില്ല. തുടർന്ന് പോയി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ചിൽ ഭർത്തൃവീട്ടിൽ വെച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കുറിപ്പിൽ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. വിവാഹശേഷം വിദേശത്ത് ഭർത്താവിനൊപ്പം കഴിയവെയാണ് ആസിഫിന്റെ മയക്കുമരുന്ന് ഉപയോഗം റിസ മനസ്സിലാക്കിയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ഭർത്താവിന്റെ പീഡനം താങ്ങാനാവാതെയാണ് മകൾ മരിച്ചതെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. റിസയുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ആസിഫ് കേസിന്റെ ഗതി മനസ്സിലാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ വിദേശത്തേക്ക് പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വളപട്ടണം പോലീസ് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പും സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശങ്ങളും പരിശോധിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുത്തത്. ആസിഫിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. UAE-യിലെ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന ആസിഫിനെ കസ്റ്റഡിയെടുക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കണ്ണൂർ. പോലീസിന് പിന്നാലെ ആഭ്യന്തര മന്ത്രിക്ക് നേരെയുള്ള വെല്ലുവിളി. കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ നായങ്കിയുടെ ഈ കളി തീക്കളിയാണ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടും
പോലീസിൽ കീഴടങ്ങാതെയുള്ള വെല്ലുവിളി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ഞാൻ ഇരിക്കുന്നുവെന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ്. പിന്നാലെ പോലീസിന്റെ വ്യാപക പരിശോധന. എന്നാൽ ഇങ്ങനെ എത്ര നാൾ നമ്മുടെ നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് അയാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കും? അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ നായങ്കിയെ വെടിവെക്കാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വയർലെസ്സിലൂടെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ ആയങ്കി കാറിൽ പാലിയേക്കൽ ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അർജുന്റെ സഹോദരൻ അഖിലും 2 സുഹൃത്തുക്കളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേസ് നടത്താൻ ക്രൌഡ് ഫണ്ടിങ്ങിനായി അർജുൻ നായങ്കി സോഷ്യൽ മീഡിയയിൽ QR കോഡ് പോസ്റ്റ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പരസ്യമായി വെല്ലുവിളിച്ചതോടെയാണ് അർജുൻ നായങ്കിക്കെതിരായ പോലീസ് നീക്കങ്ങൾ ശക്തമാക്കിയത്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന സംശയത്തിൽ 2 സുഹൃത്തുക്കളെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗദിൻ, ഇസ്മായിൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ഞാനിരിക്കുന്നുവെന്ന് അർജുൻ നായങ്കി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതോടെയാണ് തൃശൂരിൽ വ്യാപക തെരച്ചിൽ നടത്തിയത്. തൃശൂർ നായിക്കനാൽ ജംഗ്ഷനിലും തേക്കിൻകാട് മൈതാനത്തും പരിശോധന നടത്തി. എന്നാൽ പോലീസിനെ വീണ്ടും കബളിപ്പിച്ച് അർജുൻ രക്ഷപ്പെടുകയായിരുന്നു. പാലക്കാട് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രയിൽ 2 തവണ ഇയാൾ വണ്ടി മാറിയതായാണ് സൂചന. 1 മണിക്കൂറോളം നേരം തൃശൂർ നഗരത്തിൽ പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് അർജുൻ രക്ഷപ്പെട്ടത്. അർജുൻ നായങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ ഇയാളുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നിന്നാണ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ നായങ്കിയെ വെടിവെച്ച് പിടിക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വയർലെസ്സിലൂടെയാണ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയത്. അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം കുറുകയിട്ട് പിടിക്കാനും നിർദ്ദേശമുണ്ട്. നേരത്തെ കോതമംഗലം CI ഭീഷണിപ്പെടുത്തിയ അർജുൻ പിന്നീട് ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറെയും വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഗുണ്ടകൾക്കെതിരെ നടപടികൾ ശക്തമാക്കുമെന്ന് പറഞ്ഞതോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. കോതമംഗലത്തെ ലോഡ്ജിൽ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കള്ളക്കേസാണെന്നും പുനരന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ചോദിച്ചത്. പുനരന്വേഷണത്തിൽ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കേസ് അന്വേഷിച്ച കോതമംഗലം CI പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അർജുൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പൊന്നാട അണിയിക്കുമെന്നും ഒരു ഉമ്മ നൽകുമെന്നും പോസ്റ്റിലുണ്ട്. തന്നെ വിരട്ടാൻ നോക്കേണ്ടെന്നും താൻ വളർന്ന പാർട്ടി വേറെയാണെന്നും അർജുൻ കുറിച്ചിരുന്നു. ഇയാളെ അടിയന്തരമായി പിടികൂടാൻ DGPക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതോടെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്തരം ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടിക്കാൻ ഇവിടെ പോലീസുണ്ട്. അത് വേണ്ടത് ചെയ്തോളൂ. അതിനിടെ കേസ് നടത്താൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി അർജുൻ നായങ്കി സോഷ്യൽ മീഡിയയിൽ QR കോഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി, തൃശൂർ. സമീപകാലത്തായി സംസ്ഥാനത്തെ ബാറുകളിൽ അക്രമ സംഭവങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെമ്പായത്ത് ബാറിലുണ്ടായ തർക്കം തീവെപ്പിൽ കലാശിച്ചത് അടുത്തിടെയാണ്. പെരുമ്പാവൂരിലെ സ്വകാര്യ ബാർ ഹോട്ടലിലാണ് ഏറ്റവും ഒടുവിൽ ആക്രമണമുണ്ടായത്. മദ്യലഹരിയിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തർക്കത്തിനിടെ യുവാക്കളിൽ ഒരാൾ വാക്കത്തിക്കൊണ്ട് എതിരാളിയെ വെട്ടി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. നിലത്ത് വീണ് കിടക്കുന്നയാളെ വീണ്ടും വെട്ടാൻ പ്രതി തുനിയുന്നതും ചുറ്റുമുണ്ടായിരുന്നവർ വെട്ടല്ലേ എന്ന് നിലവിളിച്ച് തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിലെ സ്വകാര്യ ബാർ ഹോട്ടലിൽ മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഇതിനിടെ യുവാക്കളിൽ ഒരാൾ വാക്കത്തിക്കൊണ്ട് എതിരാളിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. നിലത്ത് വീണ് കിടക്കുന്നയാളെ വെട്ടാൻ തുനിയുന്നതും തടയാൻ ശ്രമിക്കുന്നവർ വെട്ടല്ലേ എന്ന് വിളിച്ചു പറയുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ആക്രമണത്തിൽ ഉൾപ്പെട്ടവർ എല്ലാവരും കടന്നു കളഞ്ഞിരുന്നു. തുടർന്ന് ബാറിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കര സ്വദേശികളായ ഷാനവാസ്, ബൈജു, സിജിൽ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്.
ചേലാമറ്റം സ്വദേശിയായ യുവാവിനെയാണ് ഇവർ ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പരിക്കേറ്റ യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മറ്റു പ്രതികളുടെ പങ്കുൾപ്പെടെ വിശദമായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ആശുപത്രികളിലെ അതിക്രമങ്ങൾ തടയാൻ സമീപകാലത്താണ് നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? കാസർഗോഡ് കുമ്പള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസെടുത്തതായി പരാതി. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. രോഗികൾ പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സംഭവത്തിലാണ് പോലീസിന്റെ നടപടി. കേസെടുത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കുമ്പള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അഭാവവും OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചതും ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ആശുപത്രി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിലാണ് 3 പേർക്കെതിരെ കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. രോഗികൾ ഏറെ നേരം കാത്തുനിന്നിട്ടും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാത്തതാണ് കുമ്പളയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രോഗികൾ ആശുപത്രിക്ക് പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചതിനെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ മാസം 2-ന് ഉച്ചയ്ക്ക് 12:40-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. മൂന്ന് പേർ ആശുപത്രിയിലെത്തി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായും അശ്ലീല ഭാഷ പ്രയോഗിച്ചതായും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ത്രീകളുടെയും രോഗികളുടെയും വനിതാ ജീവനക്കാരുടെയും ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഇവർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതായും പരാതിയിലുണ്ട്. സംഭവത്തിൽ കുമ്പള SI മനു PV ആണ് അന്വേഷണം നടത്തുന്നത്. ജില്ലയിലെ മറ്റൊരു പ്രധാന ആരോഗ്യ കേന്ദ്രമായ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരുടെ കുറവ് മൂലം 100 കണക്കിന് രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നതായും പരാതിയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വടകര MDMA കേസിൽ നിർണായക അന്വേഷണ വഴിയിലേക്ക് നീങ്ങുകയാണ് പോലീസ്. കേസിലെ മുഖ്യകണ്ണി മുൻ അധ്യാപിക കീർത്തനയെന്ന് പോലീസ് പറയുന്നു. 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം കീർത്തനയെ വീണ്ടും റിമാൻഡ് ചെയ്തു. ലഹരിമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കീർത്തനയിൽ നിന്ന് ലഭിച്ചെന്നാണ് സൂചന. മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനി ജിജിൽ കുര്യാക്കോസ് മറ്റൊരു ലഹരി കേസിൽ കൂടി റിമാൻഡിലായിരുന്നു. പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും കൂടുതൽ അധ്യാപകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി ശൃംഖല പടർന്നിട്ടുണ്ടെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന വയനാട് സ്വദേശി ഷിൻഡോയും ജിജിൽ കുര്യാക്കോസും മംഗളൂരുവിലെ പഠനകാലത്ത് പരിചയപ്പെടുകയും പിന്നീട് ഒന്നിച്ച് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയുമായിരുന്നു. വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ മരുതോങ്കര സ്വദേശി കീർത്തനയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച കോൾ രേഖകൾ, വാട്സപ്പ് ചാറ്റുകൾ, ബാങ്ക് രേഖകളിൽ നിന്ന് ലഭിച്ച അക്കൌണ്ട് സംബന്ധിച്ച തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് കിട്ടിയതായാണ് സൂചന. താൻ നിരപരാധിയാണെന്നും അക്കൌണ്ടുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകണമെന്നുമാണ് കീർത്തന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ലഹരി വ്യാപനത്തിൽ കീർത്തനയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ അറസ്റ്റിലായ മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെ ലഹരി വലയിലേക്ക് എത്തിച്ചത് കീർത്തനയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ വിദ്യാർത്ഥികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. ഇക്കാര്യത്തിലും ഊർജിതമായ അന്വേഷണം നടക്കുന്നു.
കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിനെ മറ്റൊരു ലഹരി കേസിൽ കൂടി പോലീസ് റിമാൻഡ് ചെയ്തു. മണിയൂർ സ്വദേശി മുഹമ്മദ് ഇർഫാനിൽ നിന്ന് 13.56 ഗ്രാം MDMA പിടികൂടിയ കേസിലാണ് പയ്യോളി പോലീസ് ജിജിലിന്റെ മുൻകൂർ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. ഇർഫാൻ MDMAയ്ക്കായി പണം അയച്ചു നൽകിയത് ജിജിലിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജിജിലിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പരിശോധിച്ച പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 1 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ജിജിലിന്റെ അക്കൗണ്ടിലൂടെ നടന്നിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ലഹരി വ്യാപാരത്തിൽ നിന്നുള്ള പണമാണെന്നാണ് പോലീസിന്റെ നിഗമനം. വടകരയിൽ അറസ്റ്റിലായ 3 അധ്യാപികമാരുമായും ജിജിലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ലഹരി ശൃംഖലയുടെ വേരുകൾ മംഗളൂരു കോളേജ് കാലഘട്ടത്തിലേക്കാണ് നീളുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജിജിലും കേസിലെ മുഖ്യ സൂത്രധാരെന്ന് സംശയിക്കപ്പെടുന്ന വയനാട് സ്വദേശി ഷിൻഡോയും മംഗളൂരുവിൽ പഠിക്കുന്ന കാലത്താണ് പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും ചേർന്ന് MDMA ഇടപാടുകളിലേക്ക് കടക്കുകയായിരുന്നു. പഠനകാലത്തിന് ശേഷവും ലഹരി കച്ചവടം തുടർന്നു. ഷിൻഡോ ലഹരി കേസിൽ പെട്ടതിനെ തുടർന്ന് ആണ് പഠനം ഉപേക്ഷിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ലഹരി കേസുകളിലും തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിയുടെ ഉറവിടം, പ്രതികളുടെ പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് തിരുമിറ്റക്കോട് നിന്ന് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. രക്ഷപ്പെട്ട പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെയും കേസിലെ പ്രധാന സാക്ഷിയായ മാനേജർ ഷിബിലിയെയും അപായപ്പെടുത്താൻ വിദേശത്തിരുന്ന് വീണ്ടും ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 22 പേരെ പിടികൂടിയിരുന്നു. പാലക്കാട് തിരുമിറ്റക്കോട് ദുബായ് റോഡിൽ വച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിൽ തടവിൽ പാർപ്പിച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തലുണ്ടായത്. പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലിയെയും കേസിലെ പ്രധാന സാക്ഷിയായ മാനേജർ ഷിബിലിനെയും അപായപ്പെടുത്താൻ വിദേശത്ത് വീണ്ടും ഗൂഢാലോചന നടന്നതായാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. സംഭവത്തിൽ നിലവിൽ റിമാൻഡിലുള്ള കാസർഗോഡ് സ്വദേശി ഷമീർ, മലപ്പുറം സ്വദേശി നിസാം എന്നിവർക്കും വിദേശത്തുള്ള 2 ഗൂഢാലോചനക്കാർക്കുമെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് മുഹമ്മദ് അലിയുടെയും ഷിബിലിന്റെയും ചിത്രങ്ങളും രേഖകളും ഉൾപ്പെടെ നിർണായക തെളിവുകൾ ലഭിച്ചതായും പോലീസ് അറിയിച്ചു. 2025 ഡിസംബർ 6-നായിരുന്നു പ്രവാസി വ്യവസായിയായ മലപ്പുറം വണ്ടൂർ പൂങ്ങോട് വലിയ പീടിയേക്കൽ VP മുഹമ്മദ് അലിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കോതക്കുറിശ്ശി പത്തംകുളത്തെ പൂട്ടിയിട്ട വീട്ടിലെത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കയച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കേസ്. സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വ്യവസായി വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യ കേസിൽ ഇതുവരെ 22 പേരാണ് അറസ്റ്റിലായത്. ഗൂഢാലോചന സംബന്ധിച്ച പുതിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ അഴിമതി മുക്തമാക്കാൻ കാലാകാലങ്ങളായി പലവിധ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഇതെല്ലാം മറികടക്കാൻ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ്. പാലക്കാട് ആലത്തൂർ സബ് RTO ഓഫീസിൽ നടന്ന വിജിലൻസ് പരിശോധനയിൽ ഏജന്റിന്റെ പക്കൽ നിന്ന് 59,000 രൂപ പിടികൂടി. ഓരോ സേവനത്തിനും നിശ്ചയിച്ചിട്ടുള്ള കൈക്കൂലി തുകയുടെ പട്ടിക ഗൂഗിൾ ഷീറ്റിൽ തയ്യാറാക്കി ഓഫീസ് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്നതും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പേരും അവർക്ക് കൊടുക്കാനുള്ള തുകയും ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. ആലത്തൂർ സബ് RTO ഓഫീസിൽ
വിജിലൻസ് പരിശോധനയ്ക്കിടെയാണ് പണവുമായി ഏജന്റ് പിടിയിലായത്. കോട്ടായ സ്വദേശി ഗിരീഷ് എന്ന ഏജന്റാണ് പിടിയിലായത്. പലരിൽ നിന്ന് പിരിച്ച 59,910 രൂപയും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിത്തുക വിധിച്ചു നൽകാനുള്ള പട്ടികയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഗിരീഷ് നേരത്തെ ഈ ഓഫീസിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരുടെ ഏജന്റായി മാറുകയായിരുന്നു എന്നാണ് വിവരം. തൃശൂർ വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ബിജുകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർ ഷിജു എബ്രഹാം, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിലെ റിസർച്ച് ഓഫീസർ MJ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഉച്ചയ്ക്ക് ശേഷം 2:30 ആരംഭിച്ച പരിശോധന രാത്രി 8 മണി വരെ നീണ്ടു. വനിതാ ജീവനക്കാരെ മാത്രമാണ് 5:30 പോകാൻ അനുവദിച്ചത്. അപേക്ഷ സ്വീകരിച്ച് തീർപ്പാക്കുന്ന ഓരോ സേവനത്തിനും നിശ്ചയിച്ചിട്ടുള്ള കൈക്കൂലിത്തുകയുടെ പട്ടിക ഗൂഗിൾ ഷീറ്റിൽ തയ്യാറാക്കി ഓഫീസ് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്നത് വിജിലൻസ് കണ്ടെത്തി. കേസിൽ ഇത് സുപ്രധാന തെളിവായി മാറും. ഈ പട്ടിക ഗിരീഷിന് കൈമാറുകയും ഇതുപ്രകാരം ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ, മറ്റു സേവനങ്ങൾ നൽകുന്ന ഏജന്റുമാർ, വ്യക്തിഗത അപേക്ഷകർ എന്നിവരിൽ നിന്ന് കൈക്കൂലിത്തുക പിരിച്ചെടുക്കുകയുമായിരുന്നു പതിവ്. ഗൂഗിൾ ഷീറ്റിൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പേരും അവർക്ക് കൊടുക്കാനുള്ള തുകയും രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 പാലക്കാട്. ഗുണ്ടകളിൽ നിന്നും ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും വകതിരിവ് പ്രതീക്ഷിക്കാമോ? സാധുക്കളായ മനുഷ്യരെ പോലും കൊള്ളയടിച്ച് ജീവിക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ചായ കുടിച്ചതിന്റെ പണം ചോദിച്ച വൈരാഗ്യത്തിലാണ് മലപ്പുറത്ത് കുപ്രസിദ്ധ ഗുണ്ട വയോധികന്റെ ഉപജീവന മാർഗമായ തട്ടുകട അടിച്ചു തകർത്തത്. സംഭവത്തിൽ കാപ്പാക്കേസ് പ്രതിയായ മലപ്പുറം തിരൂർ സ്വദേശി റബീഹിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട നടത്തുന്ന 65-കാരനെ കൊലപ്പെടുത്തുമെന്നും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. പറവണ്ണ മസ്ജിദിന് സമീപം തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്ന വയോധികന്റെ തട്ടുകടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. കാപ്പാക്കേസ് പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ പറവണ്ണ സ്വദേശി മരക്കാർക്കണ്ടി വീട്ടിൽ റബീഹാണ് അക്രമം നടത്തിയത്. രാത്രിയിൽ റബീഹ് കടയിൽ അതിക്രമിച്ചു കയറുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചായ കുടിച്ചതിന്റെ പണം വൃദ്ധൻ ആവശ്യപ്പെട്ടതോടെ റബീഹ് അക്രമാസക്തനാകുകയായിരുന്നു. കടയിലെ സാധനങ്ങളും പലഹാര സാധനങ്ങളും ഗ്ലാസുകളും കസേരകളും അടിച്ചു തകർത്തു. കടയുടമയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. കടയിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ റബീഹിനെ നേരത്തെ കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്തിരുന്നു. തിരൂർ CI അനിൽകുമാർ T മേപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം SIമാരായ ജിഷ്ണു, മണികണ്ഠൻ, നസീർ T, CPOമാരായ ബൈജു, ടോണി, ആശിഷ് സ്റ്റീഫൻ, രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ബീഹാറിൽ അധ്യാപകൻ, കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന. ഇടുക്കി രാജാക്കാട് സ്വദേശി റോബിൻ റജിയെ പിടികൂടിയ പോലീസിന് കിട്ടിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ബീഹാറിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ച് ഇടുക്കിയിൽ ചില്ലറ വിൽപ്പന നടത്തിയിരുന്ന റോബിനൊപ്പം കഞ്ചാവ് വാങ്ങിയ അച്ഛനും മകനും അറസ്റ്റിലായി. അതിനിടെ മലപ്പുറം കോട്ടക്കലിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ MDMAയുമായി യുവാവിനും പിടിവീണിട്ടുണ്ട്. വളാഞ്ചേരി സ്വദേശി അബു താഹിറാണ് അറസ്റ്റിലായത്. പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് വീണ്ടും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അട്ടപ്പാടിയിൽ ടാക്സിയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ സംഘത്തെ എക്സൈസും അറസ്റ്റ് ചെയ്തു. ഇടുക്കി രാജാക്കാട് സ്വദേശി കടുവാക്കുഴിയിൽ റോബിൻ റജിയെയാണ് 30 ഗ്രാം കഞ്ചാവുമായി നെടുംകണ്ടം എക്സൈസ് സംഘം പിടികൂടിയത്. ബീഹാറിൽ അധ്യാപകനായി ജോലി നോക്കുന്ന ഇയാൾ 2 മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു.
ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ് വിറ്റ് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു റോബിൻ. റോബിന്റെ പക്കൽ നിന്നും കഞ്ചാവ് വാങ്ങിയ രാജാക്കാട് മുക്കുടി സ്വദേശി പുത്തൻപറമ്പിൽ ബിജു, ഇയാളുടെ മകൻ അലൻ എന്നിവരെ 25 ഗ്രാം കഞ്ചാവുമായി രാജാക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എക്സൈസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയ റോബിനെ കുറിച്ച് വിവരം ലഭിച്ചത്. കോട്ടയ്ക്കൽ തൃശൂർ റോഡിൽ ചങ്കുവെട്ടി ബസ് സ്റ്റോപ്പിന് എതിർവശത്ത് നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ MDMAയുമായി വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. 12.42 ഗ്രാം MDMAയുമായി ഇരുമ്പിളിയം മേച്ചേരിപ്പറമ്പ് സ്വദേശി അബു താഹിറാണ് പിടിയിലായത്. ചില്ലറ വിപണിയിൽ 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMAയാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്യൂമുകളും ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. കോട്ടയ്ക്കൽ, ചങ്കുവെട്ടി, ചിനക്കൽ, എടരിക്കോട് മേഖലകളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അബു താഹിർ എന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം ഡാൻസാഫ് SA വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണ ഡാൻസാഫ് ടീമുകളും കോട്ടയ്ക്കൽ പോലീസും സംയുക്തമായാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പട്ടാമ്പി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിന് സമീപം കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾക്ക് 140-192 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്നതായും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അധികൃതർ അറിയിച്ചു. ആഴ്ചകൾക്ക് മുൻപും സമാന രീതിയിൽ വല്ലപ്പുഴയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയിരുന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അട്ടപ്പാടിയിൽ ടാക്സിയുടെ മറവിൽ ജീപ്പിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതും പിടികൂടി. 27 ലിറ്റർ മദ്യവും ജീപ്പും അഗളി എക്സൈസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ അഗളി സ്വദേശി രാമകൃഷ്ണൻ അറസ്റ്റിലായി. ന്യൂസ് 18 തിരൂർ, പട്ടാമ്പി. കാലാവസ്ഥാ മാറ്റവും വന്യജീവി ആക്രമണവുമൊക്കെ കേരളത്തിലെ കർഷകർക്ക് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെയാണ് അവരെ കൊള്ളയടിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. ഇടുക്കി ഹൈറേഞ്ചിൽ ഏലം കർഷകരുടെ ഉറക്കം കെടുത്തി വീണ്ടും ഏലക്കായ മോഷണം വ്യാപകമാകുന്നു. രാജാക്കാട് NR സിറ്റിയിൽ തോട്ടം ഉടമ നാട്ടിൽ പോയ തക്കം നോക്കി 300 കിലോയോളം ഏലക്കായ മോഷ്ടിച്ചു. വിളവെടുപ്പിനായി തൊഴിലാളികളുമായി തോട്ടത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. പ്രതികൂല കാലാവസ്ഥയോടും രോഗകീടബാധയോടും പൊരുതി ഏലം വിളയിച്ചെടുക്കുന്ന ഹൈറേഞ്ചിലെ കർഷകരുടെ സ്വപ്നങ്ങളിലേക്കാണ് മോഷ്ടാക്കൾ കവർച്ചാ കണ്ണുകളുമായി ഇറങ്ങുന്നത്. രാജാക്കാട് NR സിറ്റിയിലാണ് ഏറ്റവും ഒടുവിലത്തെ വൻ ഏലക്കായ മോഷണം നടന്നത്. തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശിയായ അരുൺകുമാറിന്റെ തോട്ടത്തിൽ നിന്നാണ് 300 കിലോയോളം പച്ച ഏലക്കായ കവർന്നത്. അരുൺകുമാർ തമിഴ്നാട്ടിലെ സ്വന്തം വീട്ടിൽ പോയ സമയം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു മോഷണം. തോട്ടത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം വെട്ടിച്ചാണ് കവർച്ചാ സംഘം കായ പറിച്ചെടുത്തത്. നാട്ടിൽ നിന്ന് തിരികെ എത്തി വിളവെടുപ്പിനായി തൊഴിലാളികളുമായി തോട്ടത്തിലെത്തിയപ്പോഴാണ് ചെടികളിൽ നിന്ന് കായ പൂർണ്ണമായും മോഷ്ടിക്കപ്പെട്ടതായി അരുൺകുമാർ അറിയുന്നത്. இன்னைக்கு காய் எடுக்கலாம்னு சொல்லி நம்ம தோட்டத்தில் வந்து காய் எடுக்கிறதுக்கு முன்னாடி அனுப்பிவிட்டேன். கிந்தியால் காய் எடுத்துகிட்டே வரும்போது கொஞ்சம் நம்ம வீட்டுக்கு கீழேண்ணா எடுத்துகிட்டு வரும்போது சுத்தமாக சொல்லி காயை எழுஞ்சொல்லி அவர் பறஞ்சது. அதுக்கப்புறம் நோக்கி வந்து பார்த்தா சுத்தமாக காய் இல்லாமல் எல்லா இடத்துலையுமே காயை பூரா பறிச்சு எடுத்து வச்சிருக்கு. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉൽപാദനക്കുറവ് കാരണം പെടാപ്പാടുപെടുന്ന കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് മോഷണം. വൻതുക ബാങ്ക് വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് ഭൂരിഭാഗം പേരും കൃഷി ഇറക്കുന്നത്. വിളവെടുപ്പ് സമയത്ത് കായ മോഷണം പോകുന്നത് കർഷകരെ കടുത്ത കടബാധ്യതയിലേക്കാണ് തള്ളിവിടുന്നത്. കൃത്യമായ പരിശോധനകളില്ലാതെ ചില പ്രാദേശിക കടകളിലും പച്ച ഏലക്കായ വാങ്ങി സൂക്ഷിക്കുന്നതാണ് മോഷണം പെരുകാൻ പ്രധാന കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. സംഭവത്തിൽ അരുൺകുമാർ രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 ഇടുക്കി.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പാങ്ങോട് കല്ലറയിൽ 14 വയസ്സുകാരൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ധർമ്മരാജൻ റിമാൻഡിൽ. ധർമ്മരാജൻ പീഡിപ്പിച്ചതിന്റെ മാനസിക വിഷമമാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിളക്കുകളും കാണിക്കകളും മോഷ്ടിച്ച ആൾ കാട്ടാക്കടയിൽ പിടിയിലായത് വിളവൂർക്കൽ സ്വദേശി ദീപു. പാലക്കാട് വേലന്താവളം ചെക്ക് പോസ്റ്റിൽ എക്സൈസിന്റെ വാഹന പരിശോധനയിൽ 30 ലക്ഷം രൂപ പിടികൂടി. ചിറ്റൂർ തറക്കളം സ്വദേശി മണിക്കുട്ടനെയാണ് രേഖകളില്ലാത്ത പണവുമായി പിടിച്ചത്. ചിറ്റൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രാണേഷ് രാജേന്ദ്രന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ പണമാണെന്നാണ് ഇയാളുടെ മൊഴി. ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങളുമില്ല. വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ അവരുടെ ജീവിതശൈലിയും പെരുമാറ്റവും ശ്രദ്ധിക്കാനും അനുകരിക്കാനും ശ്രമിക്കാം. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ വീഴ്ചകൾ പോലും സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഹെലനോസ് പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ ധന്യയുടെ കാര്യമാണ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ ഉപദേശിക്കാനും നന്നാക്കാനും ആൾക്ക് വലിയ ബിരുദാണ്. എന്നാൽ ഇനി സ്വന്തം കാര്യത്തിൽ നന്നായിട്ട് മതിയിട്ടോ നാട്ടുകാരെ പഠിപ്പിക്കാൻ. കഴിഞ്ഞ ദിവസം ധന്യയെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് പോലീസ് പൊക്കിയ കഥ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ ലൈസൻസും പോയിട്ടുണ്ട്. ധന്യയുടെ ലൈസൻസ് 3 മാസത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. അതുമാത്രമല്ല 3 ദിവസത്തെ പരിശീലനവുമുണ്ട്. നാട്ടുകാരെ ഉപദേശിക്കാൻ പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.